21 मार्च 2026 को इस देश से नक्सलवाद समाप्त। ഛത്തീസ്ഗഡിലെയും തെലങ്കാനയിലെയും മാവോയിസ്റ്റ് സ്വാധീന മേഖലകൾ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ കഗർ എന്ന സർക്കാർ സ്പോൺസേഡ് കൊലപാതകങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഇടതുപക്ഷ പാർട്ടികൾ സംയുക്തമായി തുറന്ന കത്തിലൂടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതിന് ഏറെ പ്രാധാന്യമുണ്ട്. സുരക്ഷാ സേനയുടെ കസ്റ്റഡിയിലുള്ള മുതിർന്ന മാവോയിസ്റ്റ് നേതാക്കളെയും പ്രവർത്തകരെയും നിയമ നടപടിക്ക് വിധേയരാക്കുക, ആദിവാസി മേഖലകളിലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കുക, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന മാവോയിസ്റ്റുകളുടെ ആവശ്യത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കത്തിലുണ്ട്. മാവോയിസം അടിസ്ഥാനപരമായി ക്രമസമാധാന വിഷയമല്ല എന്നും അതിനെ രാഷ്ട്രീയമായാണ് നേരിടേണ്ടത് എന്നും ജനാധിപത്യവാദികൾ നിരന്തരമായി ആവശ്യപ്പെട്ടു വരുന്ന സന്ദർഭത്തിലാണ് ഇടതു പാർട്ടികളുടെ തുറന്ന കത്ത് എന്നത് ശ്രദ്ധേയമാണ്. മാവോയിസം രാജ്യവിരുദ്ധ പ്രവർത്തനമാണെന്ന മോദി സർക്കാരിൻ്റെ നെറേറ്റീവിന് മുഖ്യധാര രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും സ്വീകാര്യതയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി മാവോയിസ്റ്റുകളാണ് എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. There have been heavy casualties inflicted recently on our security forces by the Naxalite groups. There are also indications of yet more offensive action by these groups. The problem of left-wing extremism is indeed a complex one. അതുകൊണ്ടാണ് ഓപ്പറേഷൻ കഗർ പോലെ ഗോത്രമേഖലകൾ കേന്ദ്രീകരിച്ച് സ്വന്തം പൗരർക്കെതിരെ നടത്തുന്ന സൈനിക നടപടികൾ ഒരു തരത്തിലുള്ള ഓഡിറ്റിങ്ങിനും വിധേയമാക്കപ്പെടാത്തത്. മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് പോലും കൃത്യമായി പാലിക്കാനാവും വിധം മാവോ വിരുദ്ധ വേട്ടയുടെ വലതുപക്ഷ രീതിശാസ്ത്രം വിപുലപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഛത്തീസ്ഗഡിലെ ബസ്തറും മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയും കേരളത്തിലെ നിലമ്പൂരും പങ്കിടുന്ന മാവോ വേട്ടയുടെ രാഷ്ട്രീയ സാഹോദര്യം പ്രധാനമന്ത്രിക്കുള്ള ഇടതുപക്ഷത്തിൻ്റെ തുറന്ന കത്തിനെ കൗതുകം നിറഞ്ഞതു കൂടിയാക്കുന്നത് അതുകൊണ്ടാണ്. 2026 മാർച്ചോടെ ഇന്ത്യയെ മാവോ മുക്തമാക്കുക എന്ന ടാർഗറ്റ് പ്രഖ്യാപിച്ചാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് പോകുന്നത്. ഇതിനായി സൈനിക നടപടികളെപ്പോലെ തന്നെ അതീവ ദുരൂഹമായ സുരക്ഷാ നടപടികളാണ് പ്രധാനമായും ഗോത്രമേഖലകളിൽ അരങ്ങേറുന്നത്. 2024 ജനുവരി 1 തുടങ്ങിയ ഓപ്പറേഷൻ കഗാറിലൂടെ 550 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. എന്നാൽ ഇവരിൽ 400ഓളം പേരും ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട സാധാരണ മനുഷ്യരായിരുന്നുവെന്ന് പൗരാവകാശ സംഘടനകൾ പറയുന്നു. മാവോ വേട്ടയുടെ മറവിൽ ഗോത്രവിഭാഗക്കാരെ കൂട്ടമായി കൊന്നൊടുക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാവോയിസ്റ്റ് സംഘടനകൾ കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരുന്നു. തങ്ങൾക്കെതിരായ നടപടി നിർത്തിവെച്ചാൽ നിരുപാധിക സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് നിരോധിത സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജനാധിപത്യപരമായ ചർച്ചയ്ക്കുള്ള ഈ നിർദ്ദേശത്തെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളിയെന്ന് മാത്രമല്ല, ഏറ്റുമുട്ടലുകൾ രൂക്ഷമാക്കുകയും ചെയ്തു. മാവോയിസ്റ്റുകളുമായി ചർച്ച നടത്തുകയാണെങ്കിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കൂടി കേന്ദ്ര സർക്കാരിന് പരിഗണിക്കേണ്ടി വരും. ഗോത്രമേഖലയിലെ ധാതു നിക്ഷേപങ്ങളിൽ കണ്ണുവെച്ച് സർക്കാർ ഒത്താശയോടെ കോർപ്പറേറ്റുകൾ നടത്തുന്ന കയ്യേറ്റവും ഗോത്ര സമൂഹങ്ങളുടെ കുടിയൊഴിക്കലും അവർക്കു നേരെയുള്ള ആക്രമണങ്ങളും അതിന് കേന്ദ്ര സർക്കാർ ഒരുക്കിക്കൊടുക്കുന്ന സേനാ വിന്യാസവും ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെടും. ഒപ്പം ഭരണഘടനയുടെ 5ാം ഷെഡ്യൂളിൽ ഉറപ്പു നൽകുന്ന ഗോത്ര സമൂഹങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. വനവിഭവങ്ങളെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുക എന്നത് നയപരമായ തീരുമാനം തന്നെയായതിനാൽ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു ചർച്ച അസാധ്യമാണ്. ക്രമസമാധാന പ്രശ്നമെന്ന നിലയ്ക്ക് അടിച്ചമർത്തപ്പെടേണ്ട കുറ്റകൃത്യമാണ് മാവോയിസം എന്ന വ്യാഖ്യാനത്തിന് നീതിന്യായ സംവിധാനങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എളുപ്പം കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ സംഘടിപ്പിച്ചെടുത്ത് മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യാനുള്ള അമിത്ഷായുടെ പദ്ധതി വെല്ലുവിളികളില്ലാതെ മുന്നോട്ട് പോകും. नक्सलवाद आज साबित हो चुका है कि नक्सलवाद आदिवासी क्षेत्रों के विकास के बीच में सबसे बड़ा रोड़ा है. ये भी साबित हो गया है कि नक्सलवाद संपूर्ण मानवता का दुश्मन है और ह्यूमन राइट का सबसे बड़ा हनन अगर कोई एक गतिविधि से होता है
तो नक्सलवाद से होता है। ഇപ്പോൾ മാവോയിസ്റ്റ് വേട്ടയ്ക്കെതിരെ പ്രധാനമന്ത്രിക്ക് തുറന്ന കത്ത് എഴുതിയവയിൽ പ്രധാന പാർട്ടിയായ CPM-ന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണകൂടം പോലും ഇതേ പ്രധാനമന്ത്രിയുടെ സർക്കാർ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് നൽകിയ ഫണ്ട് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നിറവേറ്റുന്നതിന് അത്യുത്സാഹത്തോടെ വിനിയോഗിച്ചവരാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നതുപോലുള്ള ഏതാനും വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾക്ക് ശേഷം വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകൾ മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു. കേന്ദ്ര ഫണ്ടിൽ 75% വെട്ടിക്കുറച്ചു. മാത്രമല്ല, കേരളം മാവോ മുക്ത സംസ്ഥാനമായി മാറുകയും ചെയ്തു. മാവോയിസ്റ്റ് വേട്ടയ്ക്കായുള്ള കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കാൻ കേരളത്തിൽ ഒരു IPS ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര ഫണ്ടിനായി ജനങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ആർക്കും അവകാശമില്ലെന്നും നിലമ്പൂരിൽ 2 മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അന്ന് പറഞ്ഞിരുന്നു. പാർട്ടി നേതാവ് ബിനോയ് വിശ്വം കൊല്ലപ്പെട്ട കുപ്പു ദേവരാജിന്റെ മൃതദേഹത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് രാഷ്ട്രീയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസ് വലതുപക്ഷ സ്വഭാവം കാണിക്കരുതെന്ന് ഉപദേശിക്കാനും അദ്ദേഹം മറന്നില്ല. CPIയുടെ ഈ പ്രതിരോധം ഒരു പ്രസ്താവന കൊടുങ്കാറ്റിൽ ഒടുങ്ങുകയായിരുന്നു. തങ്ങൾ കൂടി പങ്കാളികളായ ഒരു സർക്കാരിനെതിരെ ഉന്നയിച്ച അതീവ ഗുരുതരമായ ആരോപണങ്ങളോട് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം പിന്നീട് പാർട്ടി കാണിച്ചില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകാലത്ത് 9 മാവോയിസ്റ്റ് പ്രവർത്തകരെ വെടിവെച്ചു കൊന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അതേ വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെയാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു. അടിയന്തരാവസ്ഥയിലേക്കാൾ എത്രയോ ക്രൂരമായ നരവേട്ടയാണ് മാവോ വിരുദ്ധ വേട്ടയുടെ മറവിൽ കേരളത്തിൽ നടന്നത് എന്ന കാര്യം രാഷ്ട്രീയ പാർട്ടികളുടെയോ പൗരസമൂഹത്തിൻ്റെയോ ഉറക്കം കെടുത്തിയില്ല. ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറി 6 മാസത്തിനുള്ളിൽ 2016 നവംബർ 24-നാണ് നിലമ്പൂരിലെ കരുളായി വരയന്മലയിൽ വെച്ച് കുപ്പു ദേവരാജ്, അജിത പരമേശ്വരൻ എന്നിവരെ പോലീസ് വെടിവെച്ചു കൊന്നത്. പോലീസിനെതിരെ മാവോയിസ്റ്റുകൾ AK-47 അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. എന്നാൽ ഒരു പോലീസുകാരന് പോലും പരിക്കേൽക്കാതെ നടന്ന വിസ്മയകരമായ ഏറ്റുമുട്ടലായിരുന്നു നിലമ്പൂരിൽ നടന്നത്. കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലാകട്ടെ 1-ലധികം വെടിയുണ്ടകളുടെ പാടുണ്ടായിരുന്നു. ഏകപക്ഷീയമായ വെടിവെപ്പിന് തെളിവായി. കുപ്പു ദേവരാജ് രോഗബാധിതനായി കിടപ്പിലായിരുന്നുവെന്നും അജിത മഞ്ഞപ്പിത്തം ബാധിച്ച് വിശ്രമത്തിലായിരുന്നുവെന്നുമുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു. 2019 മാർച്ച് 6-ന് വൈത്തിരി ഉപവൻ റിസോർട്ടിൽ CP ജലീൽ വെടിയേറ്റു മരിച്ച സംഭവത്തിലും പോലീസ് ഏറ്റുമുട്ടൽ കഥ ഇറക്കി. എന്നാൽ ജലീൽ ഉപയോഗിച്ചിരുന്ന തോക്കിൽ നിന്ന് വെടിയുതിർന്നിരുന്നില്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായി. ആദ്യം വെടിവെച്ചത് പോലീസാണെന്ന സാക്ഷിമൊഴികളും ഉണ്ടായി. 2019 ഒക്ടോബർ 28-ന് അട്ടപ്പാടി മഞ്ചക്കണ്ടിയിൽ തണ്ടർബോൾട്ടിൻ്റെ വെടിവെപ്പിൽ തമിഴ്നാട് സ്വദേശികളായ രമ, അരവിന്ദ്, മണിവാസകം, കാർത്തി എന്നിവർ കൊല്ലപ്പെട്ടു. ഇവർ കീഴടങ്ങാനുള്ള സമ്മതം പോലീസിൽ അറിയിച്ചിരുന്നുവെന്ന് നാട്ടുകാർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, പോലീസ് കൃത്രിമമായി വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ഉണ്ടാക്കിയതായി CPIയുടെ പ്രതിനിധി സംഘം കണ്ടെത്തി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മാവോയിസ്റ്റുകളെയാണ് പോലീസ് വെടിവെച്ചതെന്നും ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന തെളിവുകളും ഉണ്ടായിരുന്നു. 2020 നവംബർ 3-ന് പടിഞ്ഞാറത്തറ ബപ്പനമലയിലുണ്ടായ വെടിവെപ്പിൽ ബാണാസുര ദളത്തിൻ്റെ ഭാഗമായിരുന്ന വേൽമുരുകൻ കൊല്ലപ്പെട്ടു. 2023 നവംബർ 13-ന് മാവോയിസ്റ്റ് കമാൻഡർ കവിത വയനാട്ടിലെ അയ്യൻകുന്നിലുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. ഈ കൊലപാതകങ്ങളിലെല്ലാം പോലീസ് വാദത്തിനെതിരെ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടായിരുന്നു. ഭരണപക്ഷത്തെ പ്രധാന ഘടകകക്ഷിയുടെ ഇടപെടലും ഉണ്ടായിരുന്നു. എന്നിട്ടും കാര്യമായ അന്വേഷണമോ അറസ്റ്റോ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ദുരൂഹമാക്കി വയ്ക്കാനും സർക്കാർ അത്യധ്വാനം ചെയ്തു. മുമ്പും മറ്റു സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊല്ലുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് തുടിക്കുന്ന വേദനയൂറുന്ന ഹൃദയം CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഹൃദയം പുറത്തുപേക്ഷിച്ചാണ് പാർട്ടി കേരളത്തിൽ ഭരണകൂടമുണ്ടാക്കിയതും മോദി ഭരണകൂടത്തിൻ്റെ മാവോ വേട്ടയുടെ വലതു പ്രത്യയശാസ്ത്രം നിസ്സന്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തത്. അതിനായി ഒരു വലതുപക്ഷ പോലീസ് സംവിധാനത്തെ പോലും പിണറായി വിജയന്റെ സർക്കാർ പാലൂട്ടി വളർത്തി. വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾക്ക് പിന്നിലുള്ള മനുഷ്യവിരുദ്ധ പോലീസിംഗ് കൃത്യമായി പാലിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സ്വന്തം പൗരർക്കു നേരെ വെടിയുതിർക്കുന്ന ഗൂഢ പദ്ധതിക്ക് നൽകിയ വിത്തും വളവും കേരളത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രതിലോമകരമായ സംഭാവനയായി മാറുകയും ചെയ്തു. മാവോയിസ്റ്റുകൾ സ്വീകരിക്കുന്ന ഹിംസയുടെ വഴിയോട്
ഇന്ത്യയെപ്പോലൊരു ജനാധിപത്യ സംവിധാനത്തിന് പൊരുത്തപ്പെടാനാകില്ല എന്നത് ശരിയാണ്. അതേസമയം മാവോയിസ്റ്റുകളുടെ പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ അവഗണിക്കാൻ കഴിയാത്തതുമാണ്. അതുമായി വിനിമയം സാധ്യമാകുന്നത് ഇടതുപക്ഷത്തിനാണ്. പ്രധാനമന്ത്രിക്കുള്ള തുറന്ന കത്തിലെ സഖ്യകക്ഷിയായ CPI-MLനെ പോലെ മറ്റു മാവോയിസ്റ്റ് പാർട്ടികളെ കൂടി ഉൾക്കൊള്ളാവുന്ന വിശാല ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ആ വിനിമയം സാധ്യമാണ്. മാവോയിസ്റ്റ് സംഘടനകൾ സർക്കാരുമായി ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചത് ഒരു പ്രധാന നീക്കമാണ്. ആയുധമുപേക്ഷിച്ച് തങ്ങളുയർത്തുന്ന ജനപക്ഷ രാഷ്ട്രീയത്തിന് ജനാധിപത്യത്തിൻ്റെ വഴി തേടാനുള്ള സന്നദ്ധതയാണ് അതിലൂടെ അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അവരുമായി ജനാധിപത്യത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ വിനിമയം സാധ്യമാണ്, അത് അനിവാര്യവുമാണ്. തങ്ങളെ രാഷ്ട്രീയ പ്രവർത്തകരായി പരിഗണിക്കണമെന്ന ആവശ്യം അവർ ഭരണകൂടത്തോടാണ് നടത്തിയിരിക്കുന്നത്. ഈ ആവശ്യം പരോക്ഷമായി ഇന്ത്യയിലെ മുഖ്യധാര ഇടതുപക്ഷത്തോടു കൂടിയുള്ളതാണ്. അത് അവർ തുറന്ന മനസ്സോടെ പരിഗണിക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കം കൂടിയാകും. മാത്രമല്ല, പ്രധാനമന്ത്രിക്കുള്ള കത്തിൽ സൂചിപ്പിക്കുന്ന സർക്കാർ സ്പോൺസേഡ് കൊലപാതകങ്ങൾക്കെതിരായ ശക്തമായ രാഷ്ട്രീയ ചെറുത്തുനിൽപ്പിലേക്ക് ഇത്തരമൊരു പ്ലാറ്റ്ഫോമിനെ വികസിപ്പിക്കാനും ഇന്ത്യൻ ഇടതുപക്ഷത്തിന് കഴിയും. കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു അധിക ഉത്തരവാദിത്തം ബാക്കിയാണ്. കസ്റ്റഡിയിലുള്ള മാവോയിസ്റ്റുകളെ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്നും സർക്കാർ സ്പോൺസേഡ് കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്നുമുള്ള CPM-ൻ്റെയും CPI-യുടെയും നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ കേരളത്തിൽ സ്വന്തം ഭരണകൂടത്തിൻ്റെ പോലീസ് നടത്തിയ 9 കൊലപാതകങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന നിലപാട് കൂടി സ്വീകരിക്കാൻ ഈ പാർട്ടികൾ തയ്യാറാകുമോ?